എന്താ? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ പണിക്കർ സാറേ. നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തടവേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ, അല്ലയോടാ കുഞ്ഞുങ്ങളെ? ഓഹോ, അപ്പൊ അത് നിങ്ങളാണല്ലേ? വലിയ പ്രകടനമൊന്നും ഇവിടെ വേണ്ട. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവും. അതെന്താ പണിക്കരെ അങ്ങനെ? ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവരോട് അല്പം കൂടെ മര്യാദ കാണിച്ചുകൂടെ? ഇറങ്ങി പോടാ പുറത്ത്. മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പോടെ പോടെ. താനീ ഇട്ടാവട്ടത്ത് രാജാവാണെന്ന് വെച്ചേ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, അറിയോ? കണ്ണൂരിട്ടാവറോ? ആ വീടും പുരയിടവും ഞങ്ങൾ കൈവശപ്പെടുത്തിയ പോലെ മാത്രം ചെണ്ട ബാക്കി വസ്തുക്കളും ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് സംശയമൊന്നും വേണ്ട. 2 ദിവസത്തെ സമയം തരാം. അതിനകം ഈ മതില് പൊളിച്ചു മാറ്റി കെട്ടിയില്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം. അതിനു മുമ്പേ നിന്റെ ഒക്കെ ശവ പറമ്പി വീഴും. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ. വെറുതെ അങ്ങ് തല്ലിക്കൊല്ലാൻ ഞങ്ങൾ എന്താ ഓച്ചന്മാരാണെന്ന് കരുതിയോ? അടി ഞങ്ങൾക്ക് പുത്തരിയല്ലെന്ന് ദേ ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. വെറുതെ തടി കേടാക്കാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. തുമ്മിച്ച വാ. വരട്ടെ പണിക്കരെ. എടാ, എടുത്തി ആടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇടപെടാതെ തന്നെ എല്ലാത്തിനും ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. മോർച്ചറി കണ്ണൻ പരോളിൽ ഇറങ്ങിയിട്ട്. ആര്? ചിറ്റപ്പനോ? അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം. Good morning. Morning. നമ്മുടെ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എവിടെ? മോളിലുണ്ട്. സാറേ, പോണ്ടേ? പോണ്ടേ? ട്രെയിന് സമയമായി. സാർ, ആദ്യം കണ്ണും മുഖമൊക്കെ ഒന്ന് കഴിക്കേ. പതുക്കെ പതുക്കെ. ലോറൻസ്, ഈ പരുവത്തിൽ പുള്ളിയെ ട്രെയിനിൽ വിടണ്ട. നമ്മുടെ ഏതെങ്കിലും കാറെ അയച്ചാൽ മതി. എന്താ ആവശ്യം എന്ന് വെച്ചാൽ കൊടുത്തേക്ക്. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറം എന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണേലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി, നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പി ചോദിക്കാം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ആളറിഞ്ഞൂടാത്തോണ്ടായിരിക്കും. ചാർജ് എടുത്തിട്ട് 2-3 മാസമേ ആയുള്ളൂ. എന്നെ ആരും ബഹുമാനിക്കണ്ട. ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോധർ ചെയ്യിച്ചിട്ടില്ലെന്ന്. കുറച്ചു ദിവസം പുറത്തിരിക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ. സാഗർ, വാ. മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാ ISP. സന്തോഷിന്റെ അനിയനോ? തന്നോട് ആര് പറഞ്ഞു? അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ, അയാൾ പറഞ്ഞതാ.
2 കാളുണ്ടായിരുന്നു. വിളിച്ചത് 2 ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക്, 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത് CI. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോശി തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചെന്നോ പറയും? ജാക്ക് നന്നയച്ചാണെന്ന് പറയും. എക്സാക്ട്ലി. അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിൽ ഒരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക. അത് ഒരു 3ാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. അളവ് കുറഞ്ഞോ? കുറവൊന്നുമില്ല. ഹലോ പരമശിവം, എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്നാ. വയ ദുബായ്. നോക്കട്ടെ. ഭായ്, എന്തു പറ്റി? എന്താ ഭായ് ഇത്? നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ SI. ഗോപാലിനെ ചെയ്യോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏത് ഉടയതമ്പരന്റെ മോനായാലും ശരി, ഭായത്തല്ലേ അവന്റെ കൈയിന് പൊങ്ങില്ല. വാച്ചേ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവൻ വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ അങ്ങ് തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണവനെ. അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ. പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാ. എന്താണ് വിശേഷം? അനിയന്റെ കഥ. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയെന്ന്. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ SI നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ നീ ആളെ വിട്ടത്. വാടാ. ഇറങ്ങല്ലേ. എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ. ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്തായടാ ശിവ, ആ SI തല്ലി ആശുപത്രിയിലാക്കിയോടാ? ബായ്, തല്ലാൻ പോയവര് തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ്, ബായിയെ തല്ലേ SI ഇല്ലേ ബായ്? അവൻ എന്റെ ബായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായല്ലേ ബായ്? ബായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായ്. ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവനെ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല പോന്നേക്കണത്. നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. പിന്നെ നീ കേട്ടാമണ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട്. ഗോപിക്ക്. പിന്നെ വാസു, പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും. പക്ഷെ അവർ ഹൈവേയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ മതി. അത് വേണ്ട, നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി. ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പാ
അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയും പോലെ വണ്ടി പോകണോ അതേ പറയണ പോലെ കേൾക്കണം. നീ ശിവൻ പറയുന്നത് കേട്ടാ മതി. അപ്പാ എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇത്രയും മണ്ടനാവരുത്. ഇത് ഏട്ടനും അനിയനും കൂടെ അഡ്ജസ്റ്റ്മെന്റ്. ലോഡ് ഒന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെഡിറ്റ് കിട്ടണേ. ഇവനെന്താ നഷ്ടപ്പെടാൻ? ലോറി ലോഡ് നമ്മളല്ലേ. ദാ ബലിയാടാവും പാവം ഡ്രൈവർ. ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ആ അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ. ഇല്ല ബായ്, ഇവനും എന്റെ ബായ് അല്ലേ ബായ്. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം, തോറ്റു തോറ്റു തൊപ്പിയിടണം, അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? ഏയ്, എന്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ. അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അവൻ എൻ്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്. ശിവ, ഓരോ തവണ ഞാൻ അവൻ്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സ് വിങ്ങായിരുന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബായ്. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എൻ്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ബായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ, ഇയാള് പോണേ പോട്ടെ അപ്പാ, നമുക്കിതൊന്നും ചെയ്യാറിയില്ലേ. ജോണി, ഓ ജോണി പറഞ്ഞതാണ് ശരി ബായ്. എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ബായുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. പിന്നെ കണക്കിൽ കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ശിവ? കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ബായ്. വരട്ടെ. ഗേറ്റ് തുറക്കടാ. കളിക്കുന്ന പിന്നെ പോലീസിനെടുത്താ കളി. ഗേറ്റ് തുറക്കടാ, ഗേറ്റ് തുറക്കാൻ. പന്നം. ബായുടെ മോനെ കൊന്ന അതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ? ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ? നമ്മുടെ ബാലുവിനെ ആർക്കോ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടുപോയി. അമ്മയും പെങ്ങളും പേടിച്ചിരിക്കുക അവിടെ. അച്ഛായ വിടരുതവനെ.